വിൻ്ററിലത്തെ ഫസ്റ്റ് സ്നോ ആണ് ഇക്കൊല്ലത്തെ. അത് ഒരു 5 സെൻറ്റിമീറ്റർ എന്നൊക്കെയാണ് അവർ ഫസ്റ്റ് പ്രവചിച്ചത്. ഇപ്പോൾ 5 to 15 എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 to 15 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇത്രയും ഹൈറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ. കണ്ടോ, ഇതിപ്പോൾ ഒരു വണ്ടി പോയ വഴിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ട്രീയുടെ ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം നല്ല സ്നോ, ഹെവി സ്നോ ആണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് സ്നോ വരണത് കാറ്റത്ത്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ ഇങ്ങനെ സ്നോ നിൽക്കണത്. സ്നോയും ഒരു ബ്യൂട്ടിഫുൾ സംഭവമാണ്. ടൂർ ഷെഡിലൊന്നും പോകേണ്ട കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ഡെക്കൊക്കെ ഒന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷവലൊക്കെ ഒന്ന് എടുക്കണം ടൂർ ഷെഡിൽ പോയിട്ട്. അപ്പോൾ ഇത് സീഡർ ട്രീ ആണ്. ഇതിന് ട്രീ ഓഫ് ലൈഫ് എന്നും പറയും ഇതിന്. ഇവിടെ നമുക്ക് ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ട്രീൻ്റെ അല്ല മൊത്തത്തിൽ ഈ ക്ലൈമറ്റിൻ്റെ വെതറിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോള് കഴിഞ്ഞിട്ടാണ് വിൻ്റർ വരുന്നത്. ഫോളിൽ നമുക്ക് പ്രകൃതി ഒരു ഫുൾ ഓഫ് കളേഴ്സായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലീവ്സ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് ഫോളിൽ നല്ല ബ്യൂട്ടി ആയിട്ട്. എന്നിട്ട് നമ്മൾ അപ്പോൾ വിന്ററിലേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പോണത്. ഓക്കെ, പിടിച്ചാൽ മതി. പിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പോയി തുറക്കട്ടെ. അങ്ങനെ ചാൻസിയുടെ ഫസ്റ്റ് സ്നോ ആണ് ഇവിടെ ഈ കൊല്ലത്തെ ഫസ്റ്റ് സ്നോ. ചാൻസിയുടെ അല്ല, എല്ലാവരുടെയും. ചാൻസിന്റെ ഫേവറേറ്റ് സീസൺ ആണിത്. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഉള്ളില്? ഇതിനുള്ളിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഷവൽ എടുക്കാണ്. നമ്മുടെ പച്ചമണി എടുത്ത് നോക്കാം. ചാൻസിക്ക് ഹാപ്പി ആവുകയാണെങ്കിൽ. ഓ, നല്ല ബ്ലിസാർഡ് അല്ലേ? ട്രീ ഓഫ് ലൈഫ്. നിനക്ക് ഉള്ളിൽ കയറണോ? അയ്യോ ഒരു മിനിറ്റ്. ഇതിന്റെ ഇടയിൽ കൂടെ അതും വേണം. ഇതിന്റെ ഇടയിൽ കൂടെ ഞങ്ങള് ടോബക്കാനിങ്ങിന് പോവാണ്. അയ്യോ, നിങ്ങള് എന്നെങ്ങനെ ചുറ്റി ഇതാക്കല്ലേ? ഓക്കെ, ഞാൻ നടക്കട്ടെ. ഉദ്ദേശിക്കുന്നത് ഞാൻ നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നടക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെയാ ഇവിടെയൊക്കെ വേണ്ട. ഷൂ ഏകദേശം ഒരു ഷൂവിന്റെ അത്ര ഹൈറ്റിലെത്തിയിട്ടുണ്ട്. എത്ര സെന്റിമീറ്റർ വരിക? 15 എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം 5 എന്ന് പറഞ്ഞു, 15 എന്നൊക്കെ പറയുന്നുണ്ട്. ചാൻസിനെ കാട്ടിയേ നോട്ടെ. ചാൻസിയോടൊപ്പം ഒന്ന് പോട്ടെ. അവിടുന്ന് പറ്റൂല, അതിന്റെ മുകളിൽ നോക്ക്. അതിന്റെ മുകളിൽ നോക്ക്. ഞാൻ ഇതും പിടിച്ചിട്ട് വരാം. ഒരു മിനിറ്റ്, ഞാൻ ഷവൽ എടുത്തിട്ട് വരാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആയിക്കൂടായിരുന്നോ? നോക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ചാൻസ് ഇങ്ങനെയല്ല കളി ഇങ്ങനെയല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, ചാൻസി തൊട്ടാൻ പ്ലേയിങ്. ഓക്കെ, ഇരുന്നട്ടോ. ചാൻസിനെ ഞാൻ പിടിക്കാം. ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോ. ഞാൻ ഒറ്റയ്ക്ക് പോട്ടെ. ചാൻസി അവർക്ക് നല്ലോണം. ഒരു മിനിറ്റ്. Since you are not taking me, so I'm going myself. Okay.
നിങ്ങൾ അങ്ങോട്ടേക്കാ പോന്നെ, ഇങ്ങോട്ട് പോവാ. ഇങ്ങോട്ട് പോയാൽ മതിയോ? ആ അങ്ങോട്ട് പോയിക്കാ. നിക്ക് ചേച്ചി, ഡാഡി എന്നാ ചെയ്യുന്നത് നോക്ക്. അത് നീങ്ങുന്നില്ല. അതെന്താ? ഇത് പൗഡറി സ്നോ ആണ്. ഓ അതായിരിക്കും. അതാണ് പൗഡറി സ്നോ ആയിരുന്നു, നീങ്ങുന്നില്ല. ഓക്കെ, അത് ഇങ്ങോട്ട് നോക്ക്. പകുതി വെച്ചിട്ട് നിക്കല്ലേ? ഓക്കെ, ഇത് മറ്റേ കുറച്ചും കൂടെ വാട്ടറി ആണെന്നുണ്ടെങ്കിൽ പോവും. അതെ പോവും. വാട്ടർ സ്നോ വരുമ്പോ എടുക്കാം. ഓക്കെ. അയ്യോ, എൻ്റെ ഷൂവിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് കയറിയിട്ടുണ്ട്. ലോങ് ഷൂ വേണം ഇതേപോലത്തെ. ഞാനൊന്ന് ഓടിച്ചു വരാം. ഓക്കെ, ഓടിക്കോ. ഓക്കെ ഫേവറേറ്റ്. Okay, come on. No. Okay, come. No. She's playing. Stop it. നല്ല ഡാർക്കായി. അവൾക്ക് ഇതായി ഉഷാറായി. വാ. Everywhere. Come on. Let it snow. I know it's your season, but എൻ്റെ വിൻ്റർ ഗ്ലൗസ് പകുതി കഴിഞ്ഞിട്ട്. അത് അവളെ എക്സൈറ്റഡ് ആയിട്ടേക്കും. അയ്യോ, രാവിലെ തന്നെ തുടങ്ങിയോ അപ്പോ? ഹലോ, രാവിലെ തന്നെ സ്നോ ഷവൽ ചെയ്യാണോ? അല്ലല്ല, 5 മോള് പറയുന്നുണ്ടായിരുന്നു 15 സെന്റിമീറ്റർ വരെ ഉണ്ടാവുന്ന്. അത് ശരി. ഇതിപ്പോ ഇങ്ങനെ എത്ര വീതിയിലാക്കുന്നത്? ഇപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ട് എങ്ങോട്ടും പോകുന്നൊന്നുമില്ലല്ലോ. ഇല്ലെങ്കിലേ പറഞ്ഞ അനുസരണമില്ല. കുറച്ച് കഴിയുമ്പോ ടയേർഡ് ആവുമ്പോ ശരിയായിക്കോളും. അങ്ങനെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ സ്നോ വീണ് നിറഞ്ഞു കിടക്ക്. ഈ കൊല്ലത്തെ ഫസ്റ്റ് സ്നോ ആണേ. അത് തന്നെയാണ്, ഇതിന്റെ ഒരു ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ അല്ലേ? അതുകൊണ്ടാ? ഓ അത് ശരി. അതെ, ആ ഡെക്കിന്റെ മുകളിലില്ലേ സ്നോ നിറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അത് ആ ചെറിയ ഷവൽ എടുത്തു തരികയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി. അല്ല, ഞാൻ പറയാ അങ്ങനെ ചെയ്യായിരുന്നു എന്ന്. ഞാനെന്നാ അതുവരെയൊക്കെ ഒന്ന് നടന്നിട്ട് വരെ. അയ്യോ, ഇത് കണ്ടോ എത്ര ഹൈറ്റിലാ നോക്ക്. ഷോ ഞാൻ ബാക്കിലുണ്ടേ, എൻ്റെ മേത്തേക്ക് ഇടരുത്. ഞാൻ ഏത് സൈഡിൽ കൂടിയാ പോവാ? ഓക്കെ, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോവാം. ഡ്രൈവ് ഇവിടെയൊക്കെ നമ്മളുടെ പ്രോപ്പർട്ടീനുള്ളിലും എല്ലായിടത്തും എന്താ മുഴുവൻ സ്നോ നിറഞ്ഞ കുറേ ഉണ്ട് നമുക്ക് ഷവൽ ചെയ്യാൻ. സോ ഇതുണ്ടോ, ഇന്ന് ഇനി സ്നോ ഉണ്ട്, പ്രഡിക്ഷൻ ഉണ്ട്.
അപ്പൊ ഈ കൊല്ലത്തെ സ്നോ സ്റ്റാർട്ട് ചെയ്തോ മൊത്തത്തില്? ഇതൊരു എന്താ പറയാ സാമ്പിൾ വെടിക്കെട്ടായിരിക്കും അല്ലേ? ഓ, സമയം കൊടുക്കണം. അത് നല്ല പരിപാടിയാണ് എന്തായാലും. കഴിഞ്ഞ കൊല്ലമൊക്കെ ശരിക്കും നവംബർ എൻഡിലാന്ന് തോന്നുന്നുണ്ട് അല്ലേ സ്നോ ഉണ്ടായിരുന്നത്? ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇവിടേക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങോട്ട് റോഡ് വരെ ഒന്നും പോയി ചെയ്യാനൊന്നും നിക്കല്ലേ. എന്നാലും ഞാൻ പറയാ, എന്റെ കണ്ണു വെട്ടിച്ചിട്ട് ഓരോ പണികൾ ഒപ്പിക്കും ഇപ്പോഴത്തെ. ഇതിലൊക്കെ മാനുകൾ നടന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതിലൊക്കെ ഈ മാന് കുറേ നടന്ന് കയറി മാനും, പിന്നെന്താണ് നമ്മളെ കയോട്ടീസ് എന്ന് പറയും ഇവിടെ. ഈ മരം എപ്പോഴും ലീവ്സ് പോവാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇത് മെയിൻ റോഡിൽ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് ഒരു നല്ലൊരു മറയാണ് ഈ മരം. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ കേട്ടോ. ഭയങ്കര ഈ കളറ് ഈ വീഡിയോ കൂടെ കാണുന്ന കളറല്ല ആക്ച്വലി. നല്ല ഭംഗിയാ ശരിക്കും കാണുമ്പോൾ, ഫോൾ കളർ. ഇന്നലെ ഞങ്ങളൊരു ഫ്രണ്ട്സും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഈ ഒരു വുഡി ഏരിയ. അത് മാനുകൾ പോയ വഴിയാണിത്. മാനും കയോട്ടീസും കുറുക്കന്മാരും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട്. ഓ, എന്റെ കണ്ണിലൊക്കെ വെള്ളം നിറയുന്നു. എവിടെ നോക്കിയാലും സ്നോ സ്നോ സ്നോ. എന്താ ട്രീന്റെ ബ്രാഞ്ചസിലൊക്കെ സ്നോ നിറഞ്ഞു കിടക്കുക. എന്താ നല്ല നല്ല അത്യാവശ്യം ഹെവി സ്നോ തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ട്രീ ബ്രാഞ്ചസ് പക്ഷെ നല്ല രസാ. ഇതാ ഇത് മാനുകൾ ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്തതാണോ? ഇത് നോക്കിയാ അവന്മാര് നടന്ന് രാത്രിയിൽ പോയിട്ടുണ്ട്. ഇതാ വുഡി ഏരിയയിലേക്ക് പോയ വഴിയാണ്, മാനുകൾ പോയ വഴിയാണിത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നു പോയിട്ടുണ്ട്, അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഇതാ ഇവിടെയൊക്കെ ഇതാ ഇവരുടെ ഫുഡ് സ്റ്റെപ്സ് ആണത്. എന്താ ഞാൻ എപ്പോഴും വിചാരിക്കും, എന്താ പറയുക, പാവം തോന്നും നമ്മളിങ്ങനെ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്കൊക്കെ ഈ മഴയും മഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കൊണ്ടുവര് നിൽക്കുന്ന ആ ഒരു അവസ്ഥേനെ ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കും. ഒരു പ്രാവശ്യം എന്താ പറയുക, നമ്മളെ വീടിൻ്റെ ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്കിൽ പറമ്പിൽ മാനിങ്ങനെ പുല്ലും തിന്ന് ഒരു 4-5 മാനുകളുണ്ടാവും. പുല്ലും തിന്ന് അവന്മാർ ഈ മഴയും കൊണ്ട് പുല്ലും തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോല്ലേ പാവം എന്തൊരു ക്യൂട്ടാന്നറിയാം അവന്മാരെ നേരിട്ട് കാണാൻ. ഈ ലീഫിൻ്റെ കളർ ഇപ്പോഴും ഇതാണ്, ശരിക്കും അങ്ങോട്ടേക്ക് പഴുത്തിട്ടില്ല തോന്നുന്നുണ്ട്. ആ കംപ്ലീറ്റ് യെല്ലോ കളറ് ആയിട്ടില്ല. നോക്കിയ ബ്രാഞ്ചിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസണാണിത്. ഫോള് കഴിഞ്ഞാൽ ഫോൾ സീസണും ഭയങ്കര ഇഷ്ടമാണ്.
എല്ലാവർക്കും സ്പ്രിംഗ് ആണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് നേരെ തിരിച്ചാ. ഫാളും വിൻ്ററും ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺസ്. ശരിക്കും ബ്യൂട്ടി. ഇവിടുത്തെ അതേപോലെ തന്നെ എന്താ പറയുക, സ്പ്രിങ്ങിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വീടിൻ്റെയൊക്കെ പറമ്പിലൊക്കെ ഇങ്ങനെ പല കളേഴ്സിൽ പല തരത്തിലുള്ള പൂക്കൾ ചെടികൾ ഉണ്ടാവും. ഇതിപ്പോൾ ആ ഒരു റോഡ് ഉണ്ടോ, ആ റോഡ് വരെ നമ്മളുടെ സ്ഥലം തന്നെയാണ്. രണ്ട് സൈഡിലും കാറ് പോകുന്നുണ്ടല്ലോ, അത് ഹൈവേ ആണ് ഇവിടുത്തെ. അങ്ങനെ അവിടുന്ന് വീട് വരെ അത്യാവശ്യം ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നത് എത്രയാണ്, 700 800 900 മീറ്റേഴ്സ് ഉണ്ട്. നല്ല രസമുണ്ടല്ലേ ഇത് കാണുമ്പോൾ, നല്ല ഭംഗിയിലുണ്ട്. അയ്യോ എന്തൊരു ഭംഗിയാണ് ഈ ലൈഫ്. പക്ഷേ ഇതിലൊക്കെ എന്തോ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ട്, കണ്ടോ, ബ്ലാക്ക് ഡോട്ട്സ്. പക്ഷേ അതൊരു ഡിസൈൻ പോലെ. എന്തൊരു ഭംഗിയാ നേരിട്ട്. ആ നേച്ചറിൻ്റെ ഒരു എന്താ പറയുക, മാജിക് എന്ന് വേണമെങ്കിൽ പറയാം അതിന്. എന്തൊരു ഭംഗിയാ നേരിട്ട് കാണാൻ. ഇലകളിൽ പൂക്കളിൽ ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. അവിടെ ഹസ്ബൻഡ് ഇപ്പോഴും ഷവൽ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അധികം നേരം ഇങ്ങനെ നിന്നിട്ട് ഷവൽ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മതിയാവും, ടയേർഡാവും. ഞാൻ ഈ ട്രീ കാണിച്ചു തരാം. നമ്മളെ വീടിനൊരു മറ പോലെ നിൽക്കുന്നൊരു ട്രീ ആണ്. ഇനി ഞാൻ തിരിച്ചു പോട്ടെ. അതാ അങ്ങോരവിടെ നിന്നിട്ട് എപ്പോഴും ഷവൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പപ്പീസിന് എന്താ പറയുക, ഹസ്കി ഗേളിന് കുഴപ്പമില്ല, ടാൻസിക്ക് അവള് ഭയങ്കര വിൻ്റർ ഗേളാ. നമുക്ക് വിൻ്റർ ഭയങ്കര ഇഷ്ടമുള്ള സീസണാണ്, എന്നെ പോലെ തന്നെ. എന്താ ട്രീസിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാത്. ഞങ്ങളിപ്പോൾ ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഉള്ളതാണ്. പക്ഷെ എപ്പോഴും എനിക്ക് ഈ സീസണും എന്താ പറയുക, ഇങ്ങനത്തെ സീസണിൽ നമ്മൾക്ക് കിട്ടുന്ന ആ എന്താ പറയുക, ആ ഒരു കാണാൻ പറ്റുന്ന ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അത് എത്ര എൻജോയ് ചെയ്താലും മതിയാവാത്തൊരു ടൈപ്പ് ഫീലിംഗ് ആണ് എനിക്ക് കേട്ടോ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല. ഞാനിങ്ങനെ വിൻ്ററിന് വേണ്ടി കാത്തിരിക്കുന്ന പോലത്തെ ഒരാളാണ്. വിൻ്ററിൽ നല്ല എന്താ പറയുക, തിക്കായിട്ടുള്ള വൂളി ഡ്രസ്സൊക്കെ ഇട്ട് കോസി ആയിട്ട് വീടിനുള്ളിൽ ഹീറ്റിലിങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. ഹലോ, എൻ്റെ അമ്മ എത്രയും ഭാഗങ്ങൾ ചെയ്തോ? ഹലോ, കേൾക്കുന്നില്ല തോന്നുന്നുണ്ട്. ഇതുണ്ടോ, ഇത്രയും ഭാഗങ്ങൾ ചെയ്തോ? ഇത്രയും ഭാഗങ്ങൾ ചെയ്തോന്ന്? ഇത് എത്ര ചെയ്ത് മതി ചെയ്തത് കേട്ടോ. ടയേർഡായി പോവേ. ഓഫീസിൽ പോകുന്നില്ലേ? പോവാണ്. എനിക്ക് ഓഫീസിൽ കയറാനായി. മതി. സ്നോ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അയ്യോ, നമ്മളെ ലൈഫ് ഓഫ് ട്രീ നോക്ക്. ഓ സോറി, ഉൾട്ട ലൈഫ് ഓഫ് ട്രീ അല്ല, ട്രീ ഓഫ് ലൈഫ്. സി
അവിടെ ഒരു മേപ്പിൾ ട്രീയെ ലീഫ് ഇപ്പോഴും പോവാണ്ട് കിടക്കുന്നുണ്ട്. അവിടെ ഒരു മേപ്പിൾ ട്രീന്റെ ലീഫ് ഇപ്പോഴും യെല്ലോയിഷ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കേട്ടോ. എന്നിട്ട് അതിലുണ്ട് ഇങ്ങനെ ഡിസൈന്, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ നമ്മളെ പ്രോപ്പർട്ടീന്റെ ഉള്ളിലേക്ക് നല്ലോണം കാണണ്ടില്ല. ഇതിപ്പോ ഞങ്ങള് ആക്ച്വലി വിന്റർ ഷൂ അല്ല ഇട്ടിരിക്കുന്നത്. ഞാൻ കയറിക്കോ. അപ്പം ശരി ഗൈസ്, ഇനി ഓഫീസിലൊക്കെ പോകാനുള്ള സമയം. ഇനിയിപ്പോൾ വീണ്ടും ഉള്ളിൽ ഓടട്ടെ. കൈയൊക്കെ ഓൾറെഡി ഫ്രോസണായി. ഓക്കേ.